ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും പുതിയൊരു അറിവിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സൗദി പ്രവാസികളായിട്ടുള്ള സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊബൈൽ പേ വാലറ്റ്, അത് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. സൗദിയിൽ നിന്നും മറ്റു നാട്ടിലേക്കും അതുപോലെ ലോക്കൽ ബാങ്കിലേക്കൊക്കെ പണം അയക്കാൻ സാധിക്കുന്ന ഒരു വാലറ്റാണ് മൊബൈൽ പേ വാലറ്റ്. അതിൽ ഇൻ്റർനാഷണൽ മണി ട്രാൻസ്ഫർ എങ്ങനെ ചെയ്യാം, അതുപോലെ ഈ മൊബൈൽ പേ വാലറ്റ് എങ്ങനെ ആക്ടിവേഷൻ ചെയ്യാമെന്നുള്ള വീഡിയോകളൊക്കെ നമ്മുടെ ചാനലിൽ നേരത്തെ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ വീഡിയോ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നതാണ്. മൊബൈൽ പേ വാലറ്റിൽ മണി എങ്ങനെ ആഡ് ചെയ്യാം, ലോക്കൽ ബാങ്ക് മണി ട്രാൻസ്ഫർ എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് അറിയിക്കുക. ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് വയ്ക്കുക. എന്നാൽ നമ്മുടെ ചാനൽ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിന് നിങ്ങളുടെ മൊബൈൽ പേ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക, ശേഷം ലോഗിൻ ചെയ്യുക. ഞാനിവിടെ ലോഗിൻ ചെയ്തിരിക്കുകയാണ്. ലോക്കൽ ബാങ്ക് ട്രാൻസ്ഫർ ചെയ്യാനായി, മണി ട്രാൻസ്ഫർ ചെയ്യാനായി സർവീസസ് എന്നുള്ള ടാബിൽ വന്നതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ലോക്കൽ ബാങ്ക്. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ആഡ് ചെയ്ത ബെനിഫിഷ്യറിയൊക്കെ ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഇനി നിങ്ങൾക്ക് പുതിയ ബെനിഫിഷ്യറി ആഡ് ചെയ്യണമെങ്കിൽ ഏറ്റവും മുകളിലായി വലതുവശത്ത് കാണുന്ന പ്രൊഫൈലിൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് എൻ്റർ ഡീറ്റെയിൽസ് എന്നുള്ള പുതിയൊരു പേജ് തുറന്നു വരും. ഇവിടെ നിങ്ങളുടെ ഫുൾ നെയിം എന്നുള്ള ഭാഗത്ത് നിങ്ങളുടെ ഫുള്ളായിട്ടുള്ള പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം IBAN നമ്പർ എന്നുള്ള ഭാഗത്ത് നിങ്ങൾ ഏത് അക്കൗണ്ടിലേക്കാണോ പണം അയക്കുന്നത് ആ അക്കൗണ്ടിൻ്റെ IBAN നമ്പർ എടുക്കുക. ഞാനിവിടെ URP വാലറ്റിലേക്കാണ് പണം ട്രാൻസ്ഫർ ചെയ്യുന്നത്. അതിനായി URP ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും മൈ അക്കൗണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് IBAN നമ്പർ ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. അത് ഇവിടെ നിന്നും കോപ്പി ചെയ്യുക. അതിനുശേഷം നേരെ മൊബൈൽ പേ വാലറ്റിൽ വന്നതിന് ശേഷം ഇവിടെ IBAN നമ്പർ എന്നുള്ള ഭാഗത്ത് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെ കാണുന്ന സേവ് ആൻഡ് വെരിഫൈ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് മൊബൈൽ പേയിൽ നിന്ന് നമ്മുടെ ആഡ് ചെയ്ത ബെനിഫിഷ്യറി ആക്ടിവേഷൻ ചെയ്യാനായി ഒരു കോൾ വരുന്നതാണ്. ആ കോൾ എടുത്തതിന് ശേഷം നിങ്ങൾ അതിൽ ഒന്നമർത്താനും പറയും. അപ്പോൾ നിങ്ങളുടെ ബെനിഫിഷ്യറി ആക്ടിവേഷൻ ആകുന്നതാണ്. ക്യാൻസൽ ചെയ്യണമെങ്കിൽ രണ്ടമർത്താൻ പറയും. അപ്പോൾ നിങ്ങളുടെ ബെനിഫിഷ്യറി ക്യാൻസൽ ആകുന്നതാണ്. ഞാനിവിടെ ഒന്നമർത്തിയിട്ടുണ്ട്. ഇവിടെ എൻ്റെ ബെനിഫിഷ്യറി ആക്ടിവേഷൻ ആയിട്ടുണ്ട്. അതിൻ്റെ മെസ്സേജ് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് വന്ന കോൾ ഓട്ടോമാറ്റിക്കായി കട്ടായി പോകുന്നതാണ്. അതിനുശേഷം നിങ്ങളുടെ ബെനിഫിഷ്യറി ഇവിടെ നമ്മൾ ആഡ് ചെയ്ത ബെനിഫിഷ്യറി ലിസ്റ്റിൽ കാണാൻ സാധിക്കും. ഇനി നമുക്ക് ലോക്കൽ ബാങ്ക് മണി ട്രാൻസ്ഫർ ചെയ്യാം. അതിനായി നമ്മൾ ആഡ് ചെയ്ത ബെനിഫിഷ്യറിയിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് അയക്കേണ്ട എമൗണ്ട് എത്രയാണോ ആ ഒരു എമൗണ്ട് എന്നുള്ള ഭാഗത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം റിലേഷൻഷിപ്പ് എന്നുള്ള ഭാഗത്ത് നിങ്ങൾക്ക് സ്വന്തമായിട്ടാണോ അതോ ഫ്രണ്ട്സിനാണോ ഫാമിലിയാണോ അതോ ഏതാണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യുക. ഞാനിവിടെ പേഴ്സണൽ സെലക്ട് ചെയ്തു. അതിനുശേഷം പർപ്പസ് ഓഫ് ട്രാൻസ്ഫർ, അതായത് ട്രാൻസ്ഫർ ചെയ്യുന്ന പർപ്പസ് എന്താണോ അത് ഈ ഒരു ഡ്രോപ്പ് ഡൗണിൽ നിന്നും സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇൻക്ലൂഡ് ട്രാൻസ്ഫർ ഫീ, അതായത് നിങ്ങളുടെ ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഫീസും ഇതിൽ നിന്നും പോകണമെങ്കിൽ ആ ഒരു ചെക്ക് ബോക്സിൽ ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങളുടെ IBAN നമ്പർ, പേര്, അതുപോലെ പർപ്പസ് ഓഫ് ട്രാൻസ്ഫർ, അതുപോലെ എമൗണ്ട്, വാറ്റ് എല്ലാം കാണാൻ സാധിക്കുന്നതാണ്. എല്ലാം ഓക്കെ ആണെങ്കിൽ കൺഫേം എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് മൊബൈൽ പേയിൽ നിന്ന് ഒരു 5 അക്ക വെരിഫിക്കേഷൻ കോഡ് വരുന്നതാണ്. നിങ്ങൾക്ക് ലഭിച്ച വെരിഫിക്കേഷൻ കോഡ് ഈ ബോക്സിൽ എൻ്റർ ചെയ്ത് കൊടുക്കുക. എനിക്കിവിടെ വെരിഫിക്കേഷൻ കോഡ് വന്നിട്ടുണ്ട്. ഞാനിവിടെ അത് എൻ്റർ ചെയ്യുകയാണ്. അതിനുശേഷം വെരിഫൈ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ നിങ്ങളുടെ മൊബൈൽ പേ വാലറ്റിൽ ലോഗിൻ ചെയ്യാനുള്ള പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മുടെ ട്രാൻസാക്ഷൻ സക്സസ്ഫുള്ളായി കഴിഞ്ഞു. അതിൻ്റെ മെസ്സേജാണ് നിങ്ങൾക്കിവിടെ കാണുന്നത്. എത്ര എമൗണ്ടാണ് അയച്ചത്, അതുപോലെ ഫീസ് എത്രയാണ്, വാറ്റ് എത്രയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. നമ്മളിവിടെ 9 റിയാലാണ് അയച്ചത്. അതിൽ നിന്നും ഫീസായിട്ട് 50 ഹലാലിയും വാറ്റായിട്ട് 8 ഹലാലിയും പോയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ നിങ്ങളുടെ മൊബൈൽ പേ വാലറ്റിൽ നിന്നും മറ്റ് ഏത് ബാങ്കിലേക്കും ലോക്കൽ ബാങ്ക് മണി ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് വീഡിയോ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള പുതിയ പുതിയ അറിവുകൾക്കായി നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് വയ്ക്കുക. എന്നാൽ നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതിലും നല്ലൊരു അറിവുമായി അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ഗുഡ് ബൈ.